എന്നുവെച്ചാൽ 11 മണി വരെയുള്ള ലാസ്റ്റ് ട്രെയിനിലാണ് നമ്മളെ കീമോ ചെയ്യാനുള്ള പേഷ്യൻസ് ഒക്കെ വരേണ്ട സമയം. അപ്പൊ അതിനുശേഷം വരുന്ന ആളുകൾക്ക് അവിടെ വന്നിട്ടുണ്ട് കിട്ടാതെ കീമോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വരും. അപ്പൊ ഇന്ന് വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുന്ന് എത്തിക്കാൻ പറ്റുന്ന മുഴുവൻ ആളുകളും നമ്മളെ എല്ലാ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ RCC മാത്രമല്ല, മെഡിക്കൽ കോളേജിലും പോകുന്ന വഴിക്കുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ അവർക്ക് അവിടെ എത്താൻ പാകത്തിനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെ വണ്ടികൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമസ്കാരം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ലേബർ കോഡുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം. 24 മണിക്കൂറോളം പണിമുടക്ക് എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. ഇപ്പോൾ 12 മണിക്കൂറിലധികം ആ ഒരു പണിമുടക്ക് തുടരുകയാണ്. തലസ്ഥാന നഗരി നമ്മളിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ്. ഇവിടെ ഒരുപാട് ആളുകൾ, യാത്രക്കാരൊക്കെ പ്രശ്നങ്ങളിലാണ്. പ്രത്യേകിച്ച് ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലല്ല. എത്രമാത്രം മുൻകരുതലുകൾ മുൻകൂട്ടി പണിമുടക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു ഡേറ്റ് കിട്ടിയാൽ അടക്കം എങ്ങനെ ആശുപത്രിയിലേക്ക് എത്തുമെന്നുള്ള ആശങ്കകളുണ്ട്. നിലവിൽ പോലീസ് സംവിധാനങ്ങളും മറ്റ് സഹായങ്ങളിലൂടെയാണ് ഇത്തരത്തിൽ വരുന്ന രോഗികളെ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇത്തരത്തിൽ എന്ത് പണിമുടക്കോ എന്ത് ഹർത്താലുകളോ ഉണ്ടായാൽ സേവാഭാരതി അവിടെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. ഇന്നും ഇതേപോലെ തന്നെ തിരുവനന്തപുരത്ത് സേവാഭാരതി ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എത്ര മണിക്കൂറായി ഇവിടെ എങ്ങനെ നിൽക്കുന്നു? നമ്മൾ ഏകദേശം രാവിലെ 6 മണിയോടുകൂടി സർവീസ് തുടങ്ങിയതാണ്. നമ്മളെ 5 വണ്ടികൾ നിലവിൽ സർവീസിലുണ്ട്. ഇപ്പോൾ RCC മെഡിക്കൽ കോളേജാണ് മെയിനായിട്ട് നമ്മൾ പേഷ്യൻസിനെ എത്തിക്കുക എന്നുള്ള ഒറ്റ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും. എന്നുവെച്ചാൽ 11 മണി വരെയുള്ള ലാസ്റ്റ് ട്രെയിനിലാണ് നമ്മളെ കീമോ ചെയ്യാനുള്ള പേഷ്യൻസ് ഒക്കെ വരേണ്ട സമയം. അപ്പൊ അതിനുശേഷം വരുന്ന ആളുകൾക്ക് അവിടെ വന്നിട്ടുണ്ട് കിട്ടാതെ കീമോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വരും. അപ്പൊ ഇന്ന് വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കാര്യകർത്താക്കളുടെ റെസ്പോൺസ് നല്ല റെസ്പോൺസാണ് എല്ലാവരും തരുന്നത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നായാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്നായാലും നമ്മുടെ റെയിൽവേയുടെ ഭാഗത്തുനിന്നായാലും എല്ലാവരും ഒരേപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ ഏകദേശം നമ്മൾ 5 വണ്ടികളായിട്ട് ഒരുപാട് സർവീസ് ഇപ്പൊ നടത്തി. അറിയായിരുന്നു ഏത് പ്രതിഷേധവും ഏത് പണിമുടക്കും ഏത് ഹർത്താലാണെങ്കിലും സേവാഭാരതി അവിടെ കാണും എന്നുള്ളത്. അതിനെങ്ങനെയാണ് ജനങ്ങളോട് പറയുന്നത്? കാരണം ഇതിപ്പോ മോദിക്കെതിരെ അല്ലെങ്കിൽ മോദി സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണല്ലോ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയാണ് ആളുകൾ പറയുന്നതെങ്കിലും നമുക്ക് നാടിനെ സേവിക്കുക എന്നുള്ളതാണ് സേവാഭാരതിയുടെ ഏറ്റവും വലിയ കാര്യം. നരനെ സേവിച്ച് നാരായണനാവുക എന്നാണ് പണ്ടുള്ള ആളുകളെല്ലാം പറയുന്നത്. അത് തന്നെയാണ് നമ്മളിന്നും ഒരു ആപ്തവാക്യൊക്കെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ വണ്ടികളിലൊക്കെ ഇപ്പൊ ആ വണ്ടികളിലൊക്കെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് മാനവ സേവയാണ് മാധവ സേവ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കഴിവതും നമ്മൾ എല്ലാ തലങ്ങളിലും സേവാഭാരതിയുടെ പ്രവർത്തനം എപ്പോഴും നല്ല രീതിയിൽ ഉണ്ടാകും. എല്ലാവരും നല്ല, ആർക്കും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഇപ്പോ നമ്മള് ഇവിടുന്ന് എത്തിക്കാൻ പറ്റുന്ന മുഴുവൻ ആളുകളും നമ്മളെ എല്ലാ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോ RCC മാത്രമല്ല, മെഡിക്കൽ കോളേജിലും പോകുന്ന വഴിക്കുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ അവർക്ക് അവിടെ എത്താൻ പാകത്തിനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെ വണ്ടികൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യകർത്താക്കളായിട്ടുള്ള ആളുകൾ അല്ലാതെ ഇവിടെ നിന്നിട്ട് ബാക്കി വണ്ടികളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ലാസ്റ്റ് ഒരു വണ്ടിയും കൂടെയാണ് വരാനുള്ളത്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ശുഭം. ഇതാണ് എന്തായാലും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് സേവാഭാരതി. പോലീസ് സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ സജീവമായിട്ട് തമ്പാനൂരിലുണ്ട്. കാരണം തമ്പാനൂരെ സംബന്ധിച്ച് തലസ്ഥാന നഗരി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലം തന്നെയാണ്. മണിക്കൂറിൽ 10,000ങ്ങളാണ് ഈ റെയിൽവേ സ്റ്റേഷനും അടുത്ത് തന്നെ KSRTC ആണ്. KSRTC ഡിപ്പോ ഉണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ 10,000-ന് അധികം ആളുകളാണ് ഒരു മണിക്കൂറിൽ പോലും ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നത്. അപ്പോൾ അവരുടെ യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളുമായിട്ട് സേവാഭാരതിയും പോലീസ് സംവിധാനങ്ങളും ഒന്നടക്കമുണ്ട്. തലസ്ഥാനത്ത് നഗരിയെ സംബന്ധിച്ച് ഇവിടെ KSRTC സർവീസുകൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇന്ന് പ്രതിഷേധത്തെ തുടർന്ന് സർവീസുകളൊക്കെ പകുതിയിലധികം മുടങ്ങി കിടക്കുന്ന സാഹചര്യമാണ്. എന്തായാലും ഇപ്പോൾ വലിയ അക്രമങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ഇപ്പോൾ പണിമുടക്ക് തുടരുന്നു എന്നുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത്. ദേശീയ പണിമുടക്ക് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, ജനുവരി 12 സിന്ദാബാദ്.
സിന്ദാബാദ് ദേശീയ പണിമുടക്ക് സിന്ദാബാദ് ലേബർ കോഡുകൾ തലയട്ടെ ലേബർ കോഡുകൾ തലയട്ടെ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കൂ വാഹന ഭേദഗതി നിയമം പിൻവലിക്കൂ UDTF സിന്ദാബാദ് ദേശീയ പണിമുടക്ക് സിന്ദാബാദ് നിങ്ങൾ അറിഞ്ഞോ മാറവരെ അമ്മമാരെ സോദരിമാരെ തൊട്ടതിനൊക്കെ തീവിലയാക്കി നമ്മുടെ നാടിനെ വിട്ടുതുണച്ച് UDTF സിന്ദാബാദ് ലേബർ കോഡുകൾ തുളയട്ടെ ലേബർ കോഡുകൾ വേണ്ടേ വേണ്ട തൊട്ടതിനൊക്കെ തീവിലയാക്കി പണിമുടക്ക്